ഹായ് ഫ്രണ്ട്സ്, വണ്ടിപ്പണിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കാണുന്ന ഒരു ടെസ്ലയാണ്. അപ്പോൾ ഈ ടെസ്ലയിൽ നമ്മൾ AC ഫിൽറ്റർ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ടയർ റൊട്ടേഷനും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ വാഹനത്തിൽ AC ഫിൽറ്റർ മാറിക്കഴിഞ്ഞാൽ എന്താണ് റീസെറ്റിംഗ് പ്രൊസീജിയറൊക്കെ ഉണ്ട് എന്ന് കേട്ടല്ലോ. അപ്പോൾ ആക്ച്വലി ശരിയാണ്. ഈ വാഹനത്തിൽ AC ഫിൽറ്റർ നമ്മൾ മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു റീസെറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതേമാതിരി തന്നെ AC ഫിൽറ്റർ ഈ കമ്പനി എത്രയാണ് AC ഫിൽറ്റർ ഒരു കാലാവധി കൊടുത്തിട്ടുള്ളത്, അതെങ്ങനെയാണ് നമുക്ക് റീസെറ്റ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ AC ഫിൽറ്റർ മാറുന്നതും അതേമാതിരി തന്നെ അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ റീസെറ്റൊക്കെ ചെയ്യുന്നത് ഈ ഒരു വണ്ടിയിലാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ ഞാൻ എങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ അകത്ത് AC ഫിൽറ്റർ മാറിക്കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യുന്നത്, അതേമാതിരി തന്നെ ഈ വാഹനത്തിൽ AC ഫിൽറ്ററിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിതിൻ്റെ റിമോട്ട് പോലെയുള്ള സാധനമാണിത്. ഇതാണ് ചിപ്പ് ഇതിൻ്റെ. അപ്പോൾ ഇതിവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡോർ ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതാണ്. ഇനി വാഹനത്തിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ട് ആവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ചിപ്പ് നമുക്കൊരു വെക്കേണ്ട ഒരു പൊസിഷൻ ഇവിടെ നമ്മൾ കയറി കഴിഞ്ഞാൽ തന്നെ കാണിക്കുന്നതാണ് അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ആ ലൊക്കേഷനിൽ വെച്ചു. അപ്പോൾ ലൊക്കേഷനിൽ വെച്ച ഉടനെ തന്നെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടല്ലോ, അതിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ എല്ലാം വർക്കായിട്ടുണ്ട്. അതേമാതിരി ACയും കാര്യങ്ങളെല്ലാം വർക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു AC ഫിൽറ്ററിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കോർണറിലാണ്. അപ്പോൾ ഒരു കവർ അഴിക്കുന്ന ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അനന്തമാണ് ഇതിൻ്റെ AC ഫിൽറ്ററും കാര്യങ്ങളൊക്കെ മാറുന്നത്. അപ്പോൾ ആ മാറുന്ന സമയത്തുള്ള ജസ്റ്റ് ഒരു വീഡിയോ ആണിത്. ഇത് കണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് ക്യാബിൻ ഫിൽറ്ററായിട്ട് ഒരു ബോക്സിൽ 2 ഫിൽറ്ററാണ് വരുന്നത്. ഇത് ഫുള്ളായിട്ട് ഡാമേജ് ആണ്. ഇതാണ് നമ്മൾ മാറാൻ പോകുന്നത്. കണ്ടല്ലോ, ഇത് പഴയത് ഫുള്ളായിട്ട് ഡാമേജ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് റീസെറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അത് കുറേ ഓപ്ഷനും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അത് നമുക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ സർവീസ് എന്നുള്ളൊരു ഓപ്ഷനിലാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. എന്നാൽ നമുക്ക് റീസെറ്റും കാര്യങ്ങളും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ സർവീസ് എന്നുള്ള ഓപ്ഷനിലാണ് നമുക്ക് ഇതിൻ്റെ റീസെറ്റും കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പോൾ അതിനുശേഷം സർവീസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെയായിട്ട് കുറേ ഓപ്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ഉള്ള ഓപ്ഷനിലാണ് നമുക്ക് പോകേണ്ടത്. ഇതിൻ്റെ അകത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ തന്നെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മെയിൻ്റനൻസിൽ പോയി കഴിഞ്ഞാൽ ക്യാബിൻ എയർ ഫിൽറ്റർ റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കണ്ടല്ലോ, 2 വർഷമാണ് ഇതിൻ്റെ അകത്ത് കമ്പനി കൊടുത്തിരിക്കുന്നത്. 2 വർഷത്തിനുള്ളിലാണ് ഇതിൻ്റെ അകത്ത് റീസെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആ ക്യാബിൻ ഫിൽറ്റർ എന്നുള്ള അവിടെ പോയി കഴിഞ്ഞാൽ റീസെറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് റെക്കോർഡ് കൊടുക്കുക, അതിനുശേഷം കൺഫർമേഷൻ കൊടുക്കുക. ഇതിപ്പോൾ കണ്ടല്ലോ, റീസെറ്റ് ആയിരിക്കുകയാണ്. ഇനി 2027 നമുക്ക് അടുത്ത ഫിൽറ്റർ നമുക്ക് മാറേണ്ടത്. നമ്മൾ ടയർ ഓൾറെഡി റൊട്ടേഷൻ ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ അകത്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ പോയി വന്നതിന് ശേഷമാണ് അത് വീണ്ടും കാണിച്ചത്. അപ്പോൾ ഞാനത് ഒന്നും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ടയർ റൊട്ടേഷനിൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ടയർ റൊട്ടേഷൻ ഒന്നും കൂടി ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ടയർ റൊട്ടേഷൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ അത് കണ്ടല്ലോ, റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ റീസെറ്റ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ആ ചെറിയൊരു വ്യത്യാസം. അത് 10,000 കിലോമീറ്ററാണ് ഇതിൻ്റെ ടയർ റൊട്ടേഷൻ്റെ പ്രൊസീജിയർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതേമാതിരി തന്നെ നിങ്ങൾക്ക് വൈപ്പറിൻ്റെ റീപ്ലേസും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ നമ്മൾ വൈപ്പർ ബ്ലേഡ് റീപ്ലേസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മളത് റീസെറ്റും കാര്യങ്ങളും ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നമ്മൾ എന്താണ് വർക്ക് ചെയ്തിട്ടുള്ളത് അത് മാത്രമേ നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി അതേമാതിരി തന്നെ ഇതിൻ്റെ അകത്ത് കിലോമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ, 95709 ആണ് ഇപ്പോഴത്തെ നിലവിലുള്ള കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് തന്നെയാണ് നമുക്ക് നേരത്തെ ഇവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതേ കിലോമീറ്റർ തന്നെയാണ്. ഇതുണ്ടല്ലോ, മെയിൻ്റനൻസ് സമ്മറി എന്ന് പറഞ്ഞിട്ടുള്ള അതേ കിലോമീറ്റർ തന്നെയാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഉള്ളത് 95709, 1,00,000 കിലോമീറ്ററിന് അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.